കശ്മീരിലെ മഞ്ഞുമലകൾക്കിടയിലെ കനലാലെന്നാണ് CPM നേതാവ് യൂസഫ് തരിഗാമിയെ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ തെക്കേ അറ്റത്തെ പോലെ വടക്കേ അറ്റത്തും ഇടതു നക്ഷത്രം ചുവന്ന് കത്തി നിൽപ്പുണ്ട്. 5ാം തവണയാണ് തരിഗാമി കുൽഗാമിൽ നിന്നും വിജയിക്കുന്നത്. ഇതിനു മുൻപ് 1996, 2002, 2008, 2014 വർഷങ്ങളിൽ തുടർച്ചയായി കുൽഗാമിലെ ജനങ്ങൾ ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു. 2019 കശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ വീട്ടുതടങ്കലിൽ അടച്ച തരിഗാമിയെ കാണാൻ സുപ്രീം കോടതി വരെ പോയ അന്നത്തെ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിയമ പോരാട്ടം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ കശ്മീരിലെ CPIM സ്ഥാനാർത്ഥി യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ ശ്രമിച്ച മൗദൂദികൾ CPM MP-മാരെ വിജയിപ്പിക്കുന്നുവെന്ന വിരോധാഭാസം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇതേക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു കേൾക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ വിരോധാഭാസം മനസ്സിലാകുന്നത്. 4 തവണ തുടർച്ചയായി ചെങ്കൊടി പാറിച്ച കശ്മീരിലെ കുൽഗാമിൽ CPM-ന്റെ തീപ്പൊരി നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായ മുഹമ്മദ് യൂസഫ് തരിഗാമിക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സയാർ അഹമ്മദ് റഷിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി BJP, ജമാഅത്ത്-ഇ-ഇസ്ലാമി സംയുക്ത പിന്തുണ നൽകി തോൽപ്പിക്കാൻ ശ്രമിച്ചത് നാട് കണ്ടതാണ്. കശ്മീരിൽ 1972 സഖാവ് തരിഗാമി ജയിലിലാവുകയും നാഷണൽ കോൺഫറൻസ് നിരോധിക്കപ്പെടുകയും ചെയ്തപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജമാഅത്തെ-ഇസ്ലാമിക്ക് കുൽഗാം മേഖലയിൽ നിന്നുള്ള 2 സീറ്റുകൾ ഉൾപ്പെടെ മൊത്തം 5 സീറ്റുകളാണ് കിട്ടിയത്. പക്ഷേ അതിനുശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിലും 1987 വളർച്ച പടവലങ്ങ പോലെ ആയപ്പോൾ വെറും 1 സീറ്റ് മാത്രമാണ് ജമാഅത്തെ-ഇസ്ലാമിക്ക് കശ്മീരിൽ പോലും കിട്ടിയത്. പിന്നീട് 1996 തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിനും CPIM-നും എതിരായ നിലപാട് സ്വീകരിച്ച് PDP-യെ പിന്തുണയ്ക്കുകയായിരുന്നു കശ്മീരിലെ ജമാഅത്തെ-ഇസ്ലാമി. ഇപ്പോൾ കശ്മീരിൽ നിരോധനം നേരിടുന്ന ജമാഅത്തെ-ഇസ്ലാമി നിരോധനം നീക്കിക്കിട്ടാൻ വേണ്ടിയായിരുന്നു സംഘപരിവാറുമായി കരാറുണ്ടാക്കി സഖാവ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. BJP-യും ജമാഅത്തെ-ഇസ്ലാമിയും തമ്മിൽ ഒരു നിഴൽ സഖ്യമാണ് മണ്ഡലത്തിൽ നിലനിന്നിരുന്നത്. എന്നാൽ വർഗീയതയ്ക്ക് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലെന്ന് പ്രഖ്യാപിച്ച കുൽഗാമിലെ ജനത 7000-ലധികം വോട്ടുകൾക്കാണ് തരിഗാമിയെ തങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തത്. കേരളത്തിൽ മത്സരിച്ച നിയമസഭാ മണ്ഡലങ്ങളിൽ 1000 വോട്ടുകൾ പോലും തികച്ചു കിട്ടാത്ത മതൗദികളാണ് കേരളത്തിന് പുറത്ത് CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചത് ജമാഅത്തെ-ഇസ്ലാമിയുടെ പിന്തുണയോടെയാണ് എന്ന അവകാശവാദവുമായി എല്ലാവരുടെയും ഗർഭം ഏറ്റെടുക്കാൻ നടക്കുന്നത്.